പ്രിയമുള്ളവരെ നമസ്കാരം. കോട്ടയം കുഞ്ഞച്ചൻ, ഉപ്പുകണ്ടം പ്രദേശ്, കിഴക്കൻ പത്രോസ്, കൂടിക്കാഴ്ച, കസ്റ്റംസ് ഡയറി, പാളയം, മാർക്ക് ആന്റണി തുടങ്ങി ഒട്ടനവധി സൂപ്പർ ഹിറ്റുകൾ മലയാളത്തിന് സമ്മാനിച്ച മലയാളത്തിൻ്റെ സീനിയർ സംവിധായകൻ ടി.എസ്. സുരേഷ് ബാബുവും തിരക്കഥാകൃത്തായ ടി.എ. സന്തോഷും ഒത്തിരി നാളുകൾക്ക് ശേഷം ഒന്നിക്കുന്ന സിനിമയാണ് DNA. സാങ്കേതികതയുടെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലാതെ ഒരുക്കിയിരിക്കുന്ന ചിത്രം ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ KV അബ്ദുൽ നാസറാണ് നിർമ്മിച്ചിരിക്കുന്നത്. തിരക്കേറിയ കൊച്ചി നഗരത്തിൽ നടക്കുന്ന ബ്രൂട്ടലായ 3 കൊലപാതകങ്ങൾ, എല്ലാം ഒരുപോലെയുള്ളത്. അപ്പോൾ കൊലയാളിയും ഒരാൾ തന്നെയായിരിക്കും. ആരാണ് അയാൾ? എന്താണ് അയാളുടെ ലക്ഷ്യം? ഇതിനെല്ലാം അയാളെ പ്രേരിപ്പിക്കുന്നതെന്ത്? ആ കൊലയാളി നടത്തുന്ന ഓരോ കൊലപാതകങ്ങളും പ്രേക്ഷകരിലും ഭീതി പടർത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് DNA ടീം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വയ്ക്കുന്നത്. പോലീസിനെ വട്ടം കറക്കുന്ന കിടിലൻ ട്വിസ്റ്റുകളാണ് സിനിമ നിറയെ. ആദ്യാവസാനം ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോകുന്ന DNA എന്ന ഈ സിനിമ നമുക്കും ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് സമ്മാനിക്കുന്നത്. പണിഷ്മെന്റ് കില്ലിംഗ് എന്ന ആശയം വിജയകരമായി തന്നെ ടീം DNA അവതരിപ്പിക്കുന്നു. രവിചന്ദ്രന്റെ ക്യാമറയും പ്രകാശ് അലക്സിന്റെ പശ്ചാത്തല സംഗീതവും DNAയെ ത്രില്ലടിപ്പിക്കുന്ന ദൃശ്യാനുഭവമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ശരത്ത് ഈണമിട്ട ഗാനം കേൾക്കാൻ നല്ല സുഖമുണ്ട്. എടുത്തു പറയേണ്ടത് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളെക്കുറിച്ചാണ്. സിനിമയിൽ എവിടെ എപ്പോൾ ഫൈറ്റ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതോ അവിടെയാണ് ഫൈറ്റ് വരുന്നത്. റേഡിയോ ജോക്കിയായിട്ട് എത്തുന്ന അഷ്കർ സൗദാനാണ് നായകൻ. T.S. സുരേഷ് ബാബു എന്ന സീനിയർ സംവിധായകൻ ഒരുക്കിയ ചിത്രം അഷ്കറിന്റെ കരിയറിൽ നല്ലൊരു വഴിത്തിരിവുണ്ടാവാൻ സാധ്യത കാണുന്നു. മമ്മൂക്കയുടെ പെങ്ങളുടെ മകനായ അഷ്കർ സൗദാൻ ആക്ഷൻ രംഗങ്ങളിൽ പ്രത്യേക മികവ് പുലർത്തുന്നുണ്ട്. ശബ്ദവും ആകാരവടിവും ഫൈറ്റ് സീനുകളും എല്ലാം മമ്മൂക്കയെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണറുടെ വേഷവുമായി മലയാളത്തിലേക്ക് തിരിച്ചെത്തിരിക്കുകയാണ് ലക്ഷ്മി റായ്. രതീഷിന്റെ മകനായ പത്മരാജ് രതീഷിന്റെ ഇതുവരെ കാണാത്ത മറ്റൊരു മുഖം DNAയിൽ കാണാൻ കഴിയും. ഹന്ന റെജി കോശിയും വളരെ മനോഹരമായി തന്നെ തന്റെ വേഷത്തോട് നീതി പുലർത്തിയിട്ടുണ്ട്. കൂമൺ എന്ന സിനിമയിൽ ഒരു ട്രാൻസായി വന്ന് നമ്മെ ഞെട്ടിച്ചു പോയിട്ടുണ്ട് ഹന്ന. ഇവരെ കൂടാതെ റിയാസ് ഖാൻ, സുധീർ, ബാബു ആന്റണി, രവീന്ദ്രൻ, സ്വാസിക, ഇനിയ അങ്ങനെ ഒത്തിരി നടീനടന്മാർ ഈ സിനിമയിൽ അണിനിരന്നിട്ടുണ്ട്. എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താൻ സിനിമയ്ക്കായിട്ടുമുണ്ട്. ഇതിനോടകം ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ച ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ വീഡിയോക്ക് താഴെ കമൻ്റായി എഴുതിയിടുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.